മ്യൂച്വൽ ഫണ്ടുകൾ വിവിധ തരത്തിലുള്ള ആസ്തി ക്ലാസുകളിലും വിവിധ തരത്തിലുള്ള സ്കീമുകളിലും വിവിധ തരത്തിലുള്ള മാർക്കറ്റുകളിലും നിക്ഷേപം നടത്തുന്നു. അവരുടെ ഇൻവെസ്റ്റർമാരുടെയും യൂണിറ്റ് ഹോൾഡർമാരുടെയും ലാഭത്തിനായി അവർക്ക് റിട്ടേൺസുകൾ സൃഷ്ടിച്ചു നൽകുന്നതിനും അവരുടെ ഭാവിയിലെ സാമ്പത്തിക പദ്ധതികളിലും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനും സഹായിക്കുന്നതിനുമാണ്. പക്ഷേ ഒരു സ്കീം എങ്ങനെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, ആ സ്കീം നൽകിയ റിട്ടേൺസ് എങ്ങനെയാണ്, ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ റിട്ടേൺസ് എങ്ങനെയാണ്, അവ എങ്ങനെ താരതമ്യം ചെയ്യാം, നാം എങ്ങനെ ഇത് വിലയിരുത്താൻ കഴിയും? മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺസ് നല്ലതാണോ മോശമാണോ, അതാണ് ഇന്ന് ഈ അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. NSM 5യുടെ 11ാം അധ്യായം ഇതേ വിഷയങ്ങളിലാണ് ആധാരമാക്കിയിരിക്കുന്നത്. ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സെൻട്രിക് ഷാലോ വൈസ് ആന്റിസിറ്റി, നിങ്ങളുടെ സമ്പത്തിന്റെ പങ്കാളി. എന്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് NSM സീരീസ് 5 പാസ് 4 സ്യൂർ വീഡിയോകളാണ്. നാം ഇതുവരെ NSMന്റെ 10 അധ്യായങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 11ാം അധ്യായമാണ്. ഇന്ന് ഈ അധ്യായത്തിൽ നാം കാണാൻ പോകുന്ന കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീം പ്രകടനത്തെക്കുറിച്ചാണ്. ഇന്ന് നാം ഇതിൽ കാണാൻ പോകുന്നത് ബെഞ്ച്മാർക്കുകളുടെ ആശയം, മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനത്തിൽ ബെഞ്ച്മാർക്കിന്റെ പങ്ക്, പ്രൈസ് റിട്ടേൺസ് ഇൻഡെക്സ് വേഴ്സസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്നിവയുടെ വ്യത്യാസം, അനുയോജ്യമായ ഇൻഡെക്സ് തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനങ്ങൾ, ഇക്വിറ്റി സ്കീമുകളുടെ ബെഞ്ച്മാർക്കുകൾ, ഡെബ്റ്റ് സ്കീമുകളുടെ ബെഞ്ച്മാർക്ക്, മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രകടനം അളക്കാൻ ഉപയോഗിക്കുന്ന ചില ക്വാണ്ടിറ്റേറ്റീവ് മീറ്ററുകൾ, മ്യൂച്വൽ ഫണ്ട് പ്രകടനം ട്രാക്ക് ചെയ്യാനുള്ള ഉറവിടങ്ങൾ, സ്കീം പ്രകടന വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഉറവിടങ്ങൾ എന്നിവയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബെഞ്ച് മാർക്കിംഗും പ്രകടനവും. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പ്രകടനം വിലയിരുത്താൻ നമുക്ക് ബെഞ്ച് മാർക്കിംഗ് ചെയ്യേണ്ടതുണ്ട്. ബെഞ്ച് മാർക്ക് എന്നത് അർത്ഥം സ്കീം എവിടെയാണ് നിക്ഷേപിക്കുന്നത് അതനുസരിച്ച് ഫണ്ട് മാനേജർ ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിക്കും. ഫണ്ട് തന്റെ ബെഞ്ച് മാർക്കിനെ സ്കീം മറികടക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നോക്കേണ്ടത്. എത്ര റിട്ടേൺസ് ലഭിക്കുന്നു, ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസ് എത്രയാണ്, നിങ്ങളുടെ സ്കീമുകളുടെ റിട്ടേൺസ് എത്രയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാം പ്രകടനം വിലയിരുത്തുന്നത്. ഒരു നിക്ഷേപകനായി ഡാറ്റ വളരെ പ്രധാനമാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം തന്റെ ബെഞ്ച് മാർക്കിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതും സ്ഥിരതയോടെ ചെയ്തിട്ടുണ്ടോ എന്നത് നിക്ഷേപകൻ ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനാകും. അതിനാൽ ബെഞ്ച് മാർക്കിംഗ് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകനായി വളരെ പ്രധാനമാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഒരു പ്രത്യേക സ്കീമിന് എങ്ങനെയുള്ള ബെഞ്ച് മാർക്ക് വേണം, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് നിർണ്ണയിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട പ്രധാന ഘടകങ്ങൾ ഏവയാണ്? നമുക്ക് നോക്കാം. ഒരു വിശ്വസനീയമായ ബെഞ്ച് മാർക്ക് ഉണ്ടാകാൻ താഴെ പറയുന്ന ആവശ്യകതകൾ പാലിക്കണം. ഒന്നാമത്, സ്കീമിന്റെ നിക്ഷേപ ലക്ഷ്യം. രണ്ടാമത്, സ്കീമിന്റെ ആസ്തി വിന്യാസ മാതൃകയും നിക്ഷേപ തന്ത്രവും. നിക്ഷേപ ലക്ഷ്യവും ആസ്തി വിന്യാസ മാതൃകയും കണക്കിലെടുത്താണ് ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന്, ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റുകളിലുമാണ് നിക്ഷേപം നടക്കുന്നത്, അതും ലാർജ് ക്യാപ് സെഗ്മെന്റിലാണെങ്കിൽ ബെഞ്ച് മാർക്കും ലാർജ് ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കണം. ഇത് ആപ്പിൾ ടു ആപ്പിൾ താരതമ്യമാണ് എന്ന് പറയുന്നു. നമുക്ക് ലാർജ് ക്യാപ് വിഭാഗത്തിലാണ് നിക്ഷേപ ലക്ഷ്യം, അതായത് ലാർജ് ക്യാപിലാണ് നിക്ഷേപം ചെയ്യേണ്ടത്. എന്നാൽ നാം ബെഞ്ച്മാർക്കായി മിഡ് ക്യാപ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അത് ആപ്പിൾ ടു ആപ്പിൾ താരതമ്യം ആകില്ല. അതിനാൽ ബെഞ്ച് മാർക്കിങ്ങിന് ഈ കാര്യം വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം, ഈ ബെഞ്ച് മാർക്ക് എന്നത് സ്വതന്ത്ര ഏജൻസികളുടേതായിരിക്കണം. ഉദാഹരണത്തിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടേതായിരിക്കാം, ക്രിസിലിൻ്റേതായിരിക്കാം, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടേതായിരിക്കാം, സെക്യൂരിറ്റീസ് റിസർച്ച് ഹൗസുകളുടേതോ ഫിനാൻഷ്യൽ പബ്ലിക്കേഷനുകളുടേതോ ആയിരിക്കാം ഈ ബെഞ്ച് മാർക്കുകൾ. ഒരു ഇൻഡെക്സ് ഫണ്ടിനായി ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്നത് വളരെ എളുപ്പമാണ്. ബെഞ്ച് മാർക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ എളുപ്പമാണ്, കാരണം അവിടെ അതിന് ഒരു ഇൻഡെക്സ് മാത്രം ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മറ്റ് സ്കീമുകൾക്കായി, ഡൈവേഴ്സിഫൈഡ് സ്കീമുകൾക്കായി ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം ഏത് പാരാമീറ്ററുകളാണ് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാനമാകുന്നത്. ഇത് കാണുന്നതിന് മുമ്പ് ബെഞ്ച് മാർക്ക് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ഇന്ന് നാം ഏത് തരത്തിലുള്ള ബെഞ്ച് മാർക്കുകൾ ഉപയോഗിക്കുന്നു എന്നതും നോക്കാം. അതിനാൽ 2 തരങ്ങളുണ്ട്. ഒന്നാമത് പ്രൈസ് റിട്ടേൺ ഇൻഡെക്സ്, രണ്ടാമത് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ്. മുൻപ് എന്ത് സംഭവിക്കുകയായിരുന്നു? മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് പ്രൈസ് വേരിയന്റിനെയാണ്, അതായത് ഒരു ഇൻഡെക്സിയുടെ പ്രൈസ് റിട്ടേൺ അല്ലെങ്കിൽ പ്രൈസ് റിട്ടേൺ വേരിയന്റിനെയാണ് ബെഞ്ച് മാർക്കിങ്ങിനായി ഉപയോഗിച്ചിരുന്നത്. അതിനർത്ഥം ആ സെക്യൂരിറ്റികളിൽ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിനുകൾ മാത്രമാണ് ബെഞ്ച് മാർക്കിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നത്. അതിനാൽ ഈ രീതിയിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മാറ്റം വന്നിട്ടുണ്ട്. 2018 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അടിസ്ഥാനമാക്കി ബെഞ്ച് മാർക്ക് ചെയ്യുന്നു. ഒരു ഇൻഡെക്സിയുടെ ടോട്ടൽ റിട്ടേൺ വേരിയന്റ് എന്നത് ആ ഇൻഡെക്സ് രൂപീകരിക്കുന്ന ഘടകങ്ങളിൽ നിന്നുള്ള എല്ലാ ഡിവിഡൻഡുകളും പലിശയും അതിനൊപ്പം ക്യാപിറ്റൽ ഗെയിനുകളും ഉൾപ്പെടെ ലഭിക്കുന്ന എല്ലാ പേയ്മെന്റുകളും കണക്കിലെടുക്കുന്നു. അതിനാൽ ക്യാപിറ്റൽ ഗെയിനിനൊപ്പം ലഭിച്ച എല്ലാ ഡിവിഡൻഡുകളും പലിശയും ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു, കാരണം അതിൽ പലിശ പേയ്മെന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ക്യാപിറ്റൽ ഗെയിൻ അതിൽ തന്നെ ഉണ്ട്, കൂടാതെ ഡിവിഡൻഡും ലഭിച്ചാൽ അതും ചേർക്കപ്പെടുന്നു. അതിനാൽ ഈ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് നമുക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നു.
ഇനി നാം മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ബെഞ്ച്മാർക്കുകളും ഈ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അതിനാൽ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്താണ് എന്ന ചോദ്യം വന്നാൽ അതിൽ നാം പറയാം ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിനൊപ്പം തന്നെ ഇൻട്രസ്റ്റിയും ഡിവിഡൻഡുകളും ഉൾപ്പെടുന്നു. ഇപ്പോൾ നാം ഇക്വിറ്റി സ്കീമുകളുടെ ബെഞ്ച്മാർക്കിംഗ് സംബന്ധിച്ച് സംസാരിക്കാം. എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും എക്വിറ്റി സ്കീമുകളും എങ്ങനെ ബെഞ്ച്മാർക്ക് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇനി നോക്കേണ്ടത്. വിവിധ തരത്തിലുള്ള ക്യാപ്പുകൾ, അതായത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവയ്ക്കായി നാം ഏത് ബെഞ്ച്മാർക്കുകൾ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നതും നോക്കാം. ഇതിന് യാതൊരു പ്രൊസീജിയർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം വരുന്നത് സ്കീം ടൈപ്പാണ്. അത് ഏത് സ്കീമാണ്? അത് ഒരു ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണോ, ഇൻഡെക്സ് ഫണ്ടാണോ, അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ഫണ്ടാണോ എന്നത് നോക്കണം. അത് ഒരു സെക്ടർ സ്പെസിഫിക് ഫണ്ടാണെങ്കിൽ, ഉദാഹരണത്തിന് ബാങ്കിംഗ് ഫണ്ടാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നാം ബാങ്ക് നിഫ്റ്റി എന്ന് എഴുതാം. ഒരു ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണെങ്കിൽ, ലാർജ് ക്യാപ്പ് ഡൈവേഴ്സിഫൈഡ് ഫണ്ടാണെങ്കിൽ നിഫ്റ്റി 50യെ അതിൻ്റെ ബെഞ്ച്മാർക്കായി വയ്ക്കാം. കാരണം നിഫ്റ്റിയിൽ ഡൈവേഴ്സിഫൈഡ് 50 സ്റ്റോക്കുകൾ ഉണ്ട്. ഇത് ഓരോ സെക്ടറിലെയും മിക്കവാറും ടോപ്പ് 3 കമ്പനികളെ ഉൾക്കൊള്ളുന്നു. നിഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിനാൽ ലാർജ് ക്യാപിൽ നിഫ്റ്റിയെ വയ്ക്കാം. അങ്ങനെ ഒരു ബാങ്കിംഗ് ഫണ്ടാണെങ്കിൽ, ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഫണ്ടാണെങ്കിൽ അതിൽ ബാങ്ക് നിഫ്റ്റിയെ നാം ബെഞ്ച്മാർക്ക് ആയി സെറ്റ് ചെയ്യാം. അതിനാൽ ഈ രീതിയിൽ നമുക്ക് ആദ്യം സ്കീമിൻ്റെ തരം നോക്കേണ്ടി വരും. സ്കീം എങ്ങനെയാണെന്ന്, സ്കീം ടൈപ്പ് എന്താണ്, സ്കീം എങ്ങനെയാണെന്ന്, എവിടെയാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് എന്നിങ്ങനെയാണ് നോക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇത് കാണുമ്പോൾ നാം ഇക്വിറ്റി ബെഞ്ച്മാർക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യം നാം സ്കീമിൻ്റെ തരം നോക്കും. സ്കീമിൻ്റെ തരം എന്താണെന്ന്. നിക്ഷേപ യൂണിവേഴ്സിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം നടത്താൻ ആലോചിക്കുന്നത് എന്നതാണ്. ചില ഇക്വിറ്റി ഫണ്ടുകൾ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപം നടത്തുന്നു, വ്യത്യസ്ത മേഖലകളിലെ വലിയ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നു. കൂടാതെ ചില മ്യൂച്വൽ ഫണ്ടുകളുടെ ശ്രദ്ധ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളിലായിരിക്കും. അതിനനുസരിച്ച് അവരുടെ നിക്ഷേപ യൂണിവേഴ്സ് തീരുമാനിക്കപ്പെടും. ലാർജ് ക്യാപ്പ് കമ്പനികളുടെ യൂണിവേഴ്സ് വളരെ വലുതായി മാറിയിട്ടുണ്ട്. അതിനാൽ BSE, NSE എന്നിവയുടെ ഇൻഡെക്സ് അവർക്കായി രൂപപ്പെടുത്താം. ലാർജ് ക്യാപ്പ് കമ്പനികളും മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളും വേറിട്ടവയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവയ്ക്ക് പ്രത്യേകമായി ബെഞ്ച്മാർക്കിംഗ് നടത്തപ്പെടും. മിഡ് ക്യാപ്പ് ഇൻഡെക്സ്, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്നിവയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായേക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ മാത്രമുള്ള പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതനുസരിച്ചായിരിക്കും. ഉദാഹരണത്തിന് വളരെ കുറവാണ് 40 സ്റ്റോക്കുകൾ, 50 സ്റ്റോക്കുകൾ മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി 50 പോലെയുള്ള ഒരു ബെഞ്ച്മാർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ സ്റ്റോക്കുകളുടെ ഹോറൈസൺ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കൺസെൻട്രേഷൻ അത് ഇപ്പോൾ 200ലേക്ക് പോയി, 200ലേക്ക് പോയി, 500ലേക്ക് പോയി. അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിഫ്റ്റി 200നെ അവരുടെ ബെഞ്ച്മാർക്കായി എടുക്കാം. അതുപോലെ നിഫ്റ്റി 500നെയും ബെഞ്ച്മാർക്കായി തിരഞ്ഞെടുക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ കൺസെൻട്രേഷൻ 500 സ്റ്റോക്കുകളിലേക്കാണ് പോയത് എങ്കിൽ അതനുസരിച്ച് പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ അതിനനുസരിച്ച് നാം അതിൻ്റെ ബെഞ്ച്മാർക്ക് സെറ്റ് ചെയ്യും. ഇവയാണ് ഇക്വിറ്റി സ്കീമുകളുടെ ബെഞ്ച്മാർക്കിംഗ്. ഇനി ഡെറ്റ് സ്കീമുകളുടെ ബെഞ്ച്മാർക്കിംഗ് നോക്കാം. നമ്മുടെ ഡെറ്റ് സ്കീമുകൾക്ക് ഏതാണ് ബെഞ്ച്മാർക്ക്, എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു, ഏത് ബെഞ്ച്മാർക്ക് ഏത് സ്കീമിൽ ഉപയോഗിക്കണം എന്നത് എന്നിവയാണ് നോക്കേണ്ടത്. ഇതിന് സെബി ഗൈഡ്ലൈനുകൾ പ്രകാരം ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എല്ലാ ബെഞ്ച്മാർക്കുകളും ഒരു ഏജൻസിയുടെ മുഖാന്തരമായിരിക്കും. അത് ക്രിസിൽ പോലുള്ള ഒരു റിട്ടേൺ ആൻഡ് റേറ്റിംഗ് ഏജൻസി ആയിരിക്കാം, അസേസി സെക്യൂരിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എംഫി ആയിരിക്കാം. ഇവരിൽ ഓരോരുത്തരും ഒരു ഇൻഡെക്സ് നിർമ്മിക്കാൻ കഴിയും. ഉദാഹരണത്തിന് NSE പോലുള്ള ഇവർക്കാണ് ഒരു ഇൻഡെക്സ് നിർമ്മിക്കാൻ അധികാരമുള്ളത്. സെബി വ്യക്തമാക്കിയിരിക്കുന്നത് നിർമ്മിക്കപ്പെടുന്ന എല്ലാ ഇൻഡെക്സുകളും ഡെറ്റ് സ്കീമുകളുടെ ഇൻഡെക്സുകളും ഇവർ പോലുള്ള ഏജൻസികൾ വഴിയാകണം എന്നതാണ്. ഡെറ്റ് സ്കീമുകൾക്കായി ക്രിസിൽ ചില ഇൻഡെക്സ് സെറ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡെറ്റ് സ്കീമുകൾക്ക് ബാധകമായ വിവിധ ഇൻഡെക്സുകൾ ഏവയാണെന്ന്. വിവിധ സ്കീമുകൾക്ക് വ്യത്യസ്ത ഇൻഡെക്സുകൾ എന്നത് ഒരു പട്ടികയിലൂടെ മനസ്സിലാക്കാം. ഈ പട്ടികയിൽ സ്കീം വിഭാഗം നൽകിയിട്ടുണ്ട്. അതിനൊപ്പം ക്രിസിലിൻ്റെ ഇൻഡെക്സ് കൂടി നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഓവർനൈറ്റ് ഫണ്ടിനായി ക്രിസിലിൻ്റെ ഓവർനൈറ്റ് ഇൻഡെക്സ് ഉണ്ട്. ലിക്വിഡ് ഫണ്ടിനായി ക്രിസിൽ ലിക്വിഡ് ഫണ്ടിൻ്റെ ഇൻഡെക്സ് ഉണ്ട്. ഷോർട്ട് ടേം ഫണ്ടിനായി ഷോർട്ട് ടേം ഡെറ്റ് ഇൻഡെക്സ് ഉണ്ട്. മണി മാർക്കറ്റ് ഫണ്ടിനായി മണി മാർക്കറ്റ് ഇൻഡെക്സ് ഉണ്ട്. ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകൾക്കും ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾക്കും മീഡിയം ടു ലോങ് ഡ്യൂറേഷൻ ഡൈനാമിക് ബോണ്ട് ഫണ്ടുകൾക്കായി ക്രിസിലിൻ്റെ കോമ്പോസിഷൻ ബോണ്ട് ഫണ്ട് ഇൻഡെക്സ് ഉണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾക്കായി ക്രിസിലിൻ്റെ ഷോർട്ട് ടേം ബോണ്ട് ഫണ്ട് ഇൻഡെക്സ് ഉണ്ട്. മീഡിയം ടേം ബോണ്ട് ഇൻഡെക്സ് എന്നത് ക്രിസിലിൻ്റെ ബോണ്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട് കോമ്പോസിഷൻ ഇൻഡെക്സ് ആണ്. പിന്നെ ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകൾക്കായി ക്രെഡിറ്റ് റിസ്ക് ഇൻഡെക്സ് ഉണ്ട്. അതിനാൽ സാധാരണയായി ക്രിസിൽ ആണ് ബെഞ്ച്മാർക്കിംഗ് നിശ്ചയിക്കുന്നത്. ക്രിസിൽ എന്നത് സെബി അംഗീകൃത ഏജൻസിയാണ്. അതാണ് നമുക്ക് ഇൻഡെക്സ് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഡെറ്റ് സ്കീമുകളും തങ്ങളെ തന്നെ ബെഞ്ച്മാർക്ക് ചെയ്യുന്നത്. അതിനാൽ ഈ പട്ടികയിലൂടെ നാം കണ്ടു ഏത് സ്കീമുകളിൽ ഏത് ബെഞ്ച്മാർക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന്.
ഇപ്പോൾ നാം മറ്റ് സ്കീമുകളുടെ ബെഞ്ച്മാർക്കിംഗ് സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. നാം കണ്ടു എക്വിറ്റി ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു എന്ന്. നാം കണ്ടു ഡെറ്റ് ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു എന്ന്. ഇപ്പോൾ മറ്റ് സ്കീമുകളിൽ ഏറ്റവും ആദ്യം വരുന്നത് ഹൈബ്രിഡ് സ്കീമുകളാണ്. നോക്കൂ, 3 തരത്തിലുള്ള ഹൈബ്രിഡ് സ്കീമുകളുണ്ട്. ഒന്ന് അഗ്രസീവ് ഹൈബ്രിഡ് ആണ്, അതിൽ എക്വിറ്റി ഘടകം കൂടുതലാണ്. ഒരു വളരെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഉണ്ട്, അതിൽ എക്വിറ്റി എക്സ്പോഷർ കുറവാണ്, ഡെറ്റ് എക്സ്പോഷർ കൂടുതലാണ്. മൂന്നാമത്തേത് ബാലൻസ് ഹൈബ്രിഡ് ആണ്, അതിൽ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ട്. എക്വിറ്റിയും ഡെറ്റും ചേർന്നുള്ള ഘടകങ്ങൾ, അതായത് അതിൽ എടുത്തിരിക്കുന്ന സെക്യൂരിറ്റികൾ ഏകദേശം 50% വീതമാണ്. അതിനാൽ ഈ 3 സ്കീമുകളിലുമുള്ള ഇൻഡെക്സ് എല്ലാം പൂർണ്ണമായും വ്യത്യസ്തമായിരിക്കും. നമുക്ക് മനസ്സിലാക്കാം ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഹൈബ്രിഡ് ഫണ്ടിന്റെ ഇൻഡെക്സ്, അതിന്റെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു എന്ന്. ഈ പട്ടികയിലൂടെ നാം കാണാം ഹൈബ്രിഡ് ഫണ്ടുകളുടെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടത്തപ്പെടുന്നു എന്ന്. ക്രിസിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹൈബ്രിഡ് ഫണ്ടുകൾക്കായി പ്രത്യേകമായി ചില ബ്ലെൻഡ് ഇൻഡെക്സ് ക്രിസിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ് ഈ ബ്ലെൻഡ് ഇൻഡെക്സ്? അത് ഈ പട്ടികയിൽ നമുക്ക് കാണിച്ചിരിക്കുന്നു. ഹൈബ്രിഡ് ഫണ്ടുകൾക്കായി ക്രിസിലിന്റെ ബ്ലെൻഡ് ഇൻഡെക്സ് ആദ്യം നമുക്ക് നോക്കാം. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏകദേശം 75% പ്രധാന പങ്ക് ഇക്വിറ്റിയിലേക്കാണ് പോകുന്നത്. അതിനൊപ്പം 25% മുതൽ 10% വരെ ഡെറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ആ 25% അലോക്കേഷനു വേണ്ടി ക്രിസിലിന്റെ കമ്പോസിഷൻ ബോണ്ട് ഫണ്ട് ഇൻഡെക്സ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇക്വിറ്റി ഇൻഡെക്സ് ആയി നാം SPY 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ഉപയോഗിക്കാം. ഇങ്ങനെ ഇരുവരുടെയും ബെഞ്ച്മാർക്കിംഗ് ഒരു വിധത്തിൽ വ്യത്യസ്തമായി. ബാലൻസ് ഹൈബ്രിഡ് ഫണ്ടിൽ 50 കുറയ്ക്കുക 50 ഡെറ്റ് ഇക്വിറ്റി ഘടകങ്ങൾ ഉള്ളപ്പോൾ അവിടെ നാം കമ്പോസിഷൻ ബോണ്ട് ഫണ്ട് ഇൻഡെക്സിൽ 50% അലോക്കേഷനെയും ശേഷിക്കുന്ന പോർട്ട്ഫോളിയോയ്ക്ക് SPY 200 ഇൻഡെക്സും ഉപയോഗിച്ച് വിലയിരുത്തും. SPY 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിലയിരുത്തുന്നത്. അതുപോലെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടിൽ 75% ഡെറ്റിലും 25% ഇക്വിറ്റിയിലുമാണ്. അതിനാൽ 75% പോർട്ട്ഫോളിയോ ക്രിസിൽ കമ്പോസിഷൻ ബോണ്ട് ഫണ്ട് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. ബാക്കി 25% ഇക്വിറ്റി അലോക്കേഷൻ SPY 200 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. അതിനാൽ ഹൈബ്രിഡ് ഫണ്ടുകളിൽ അത് കൺസർവേറ്റീവ് ആയാലും അഗ്രസീവ് ആയാലും അല്ലെങ്കിൽ 50 കുറയ്ക്കുക 50 ആയാലും നിങ്ങളുടെ ഇൻഡെക്സ് ഇതേ രീതിയിലാണ് നിർണ്ണയിക്കുന്നത്. കൂടാതെ ഈ 3 സ്കീമുകളിലും അവ വ്യത്യസ്തമായിരിക്കും. ഒരു സ്കീമിൽ 2 ഇൻഡെക്സുകൾ ഉപയോഗിക്കും. ഗോൾഡ് ETF. ഗോൾഡ് ETFിന്റെ കാര്യത്തിൽ ഗോൾഡിന്റെ വില തന്നെയാണ് അവയുടെ ബെഞ്ച്മാർക്ക്. ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒരു വരിയിൽ മാത്രമാണ് ഇത് NSL ബുക്കിൽ നിർവചിച്ചിരിക്കുന്നത്. ഗോൾഡിന്റെ ബെഞ്ച്മാർക്കിംഗ് ഗോൾഡ് ETFിന്റെ കാര്യത്തിൽ ഗോൾഡിന്റെ വില തന്നെയാണ്. അപ്പോൾ ചോദ്യം വരും, വളരെ വ്യക്തമായ ഒരു ചോദ്യം തന്നെ വരും. നമുക്ക് അതുതന്നെ ഇവിടെ വ്യക്തമാക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ, അതായത് റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളുടെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു? ചില റിയൽ എസ്റ്റേറ്റ് വലിയ കമ്പനികൾ ചില ബെഞ്ച്മാർക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും എക്വിറ്റി ബെഞ്ച്മാർക്കിംഗ് പോലെ ഇത്ര വലിയതായിട്ടില്ല. എക്വിറ്റി ബെഞ്ച്മാർക്കിംഗ് വളരെ വലിയ ഒരു യൂണിവേഴ്സാണ്. അതുപോലെ ഇതിന് ഇനിയും അത്ര വലിയ യൂണിവേഴ്സ് ഇല്ല. കൂടാതെ ഈ ഇൻഡെക്സുകൾക്ക് ഇനിയും അംഗീകാരം ലഭിച്ചിട്ടില്ല. എക്വിറ്റിയെ മാർക്കറ്റിൽ എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ടോ അത്രത്തോളം ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നാഷണൽ ഫണ്ടുകളുടെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു? ഇനി നോക്കാം ഇന്റർനാഷണൽ ഫണ്ടുകളുടെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ നടക്കുന്നു എന്ന്. ഉദാഹരണത്തിന് ഒരു ഇന്റർനാഷണൽ ഫണ്ട് ചൈനയുടെ സാമ്പത്തിക മേഖലയിലാണ് പണം നിക്ഷേപിക്കുന്നത്. ചൈനയിലെ വലിയ കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് അവിടുത്തെ ബെഞ്ച്മാർക്ക് ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കീമിന്റെ ബെഞ്ച്മാർക്ക് ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് ആകാം, കാരണം അത് ചൈനയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ യുഎസിലെ ടെക്നോളജി കമ്പനികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാസ്ഡാക്ക് ആണ് ബെഞ്ച്മാർക്ക് ആയി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ അന്താരാഷ്ട്ര ഫണ്ടുകളുടെ ബെഞ്ച്മാർക്കിംഗ് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ആ പ്രത്യേക സാമ്പത്തിക വ്യവസ്ഥയിൽ ഏത് ബെഞ്ച്മാർക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നാം ഒരു ബെഞ്ച്മാർക്കായി ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് നിക്ഷേപം എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയുള്ള സ്റ്റോക്കുകളിലാണ് നിക്ഷേപം നടക്കുന്നത് എന്നതിൽ ഇത് ആശ്രയിച്ചിരിക്കുന്നു. ചില സ്റ്റാൻഡേർഡ് ബെഞ്ച്മാർക്കുകൾ നോക്കാം. ഇവ ഇക്വിറ്റി, ഡെറ്റ് സ്കീമുകളിൽ കാണപ്പെടുന്നവയാണ്. ഒരു ടേബിൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നു. ഇക്വിറ്റി സ്കീമുകളിൽ സെൻസെക്സ്, നിഫ്റ്റി എന്നിവയാണ്. പലപ്പോഴും ഭൂരിഭാഗം സ്കീമുകളിലും നാം സെൻസെക്സ്, നിഫ്റ്റി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. സെൻസെക്സിൽ 30 സ്റ്റോക്കുകളും നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളും ഉണ്ട്. നിഫ്റ്റി കുറച്ച് വിശാലമാണ്, അതുകൊണ്ടാണ് നാം കൂടുതലും നിഫ്റ്റിയിലോ അതുമായി ബന്ധപ്പെട്ട ബെഞ്ച്മാർക്കുകളിലോ ബെഞ്ച്മാർക്കിംഗ് ചെയ്യുന്നത്. 90% ട്രേഡിംഗ് വോളിയം നിഫ്റ്റിയിലാണ് നടക്കുന്നത്. 1 വർഷം വരെ മാച്യൂരിറ്റിയുള്ള ഡെറ്റ് സ്കീമുകൾ, അതായത് മണി മാർക്കറ്റ് ഫണ്ടുകൾക്ക് 1 വർഷം, ട്രഷറി ബില്ലുകൾക്ക്, അതായത് ടി ബില്ലുകളുടെ നിരക്ക്, അവിടെയാണ് അവയുടെ ബെഞ്ച്മാർക്കിംഗ് നടക്കുന്നത്.
മറ്റുള്ള ഡെറ്റ് സ്കീമുകൾ അതായത് 0 മുതൽ 10 വർഷം വരെ ഉൾപ്പെടാത്തവ ഡേറ്റഡ് ജിയോ സെക്യൂരിറ്റികളിലാകും ഉൾപ്പെടുന്നത്. അത് അർത്ഥം 1 വർഷം മാച്യൂരിറ്റിക്ക് മുകളിലുള്ള എല്ലാ ഡെറ്റ് സ്കീമുകൾക്കും 10 വർഷത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയാണ് ബെഞ്ച്മാർക്ക്. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾക്കും വീണ്ടും 10 വർഷം ഡേറ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റിയാണ് ബെഞ്ച്മാർക്ക്. ബാലൻസ് ഹൈബ്രിഡ്, അഗ്രസീവ് ഹൈബ്രിഡ്, ഡൈനാമിക് ആസറ്റ് അലോക്കേഷൻ, ബാലൻസ് അഡ്വാൻറ്റേജ് എന്നിവയ്ക്കും അതേ ബെഞ്ച്മാർക്കാണ്. മൾട്ടി ആസറ്റ് അലോക്കേഷന് വേണ്ടി നാം സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി ഉപയോഗിക്കാം. ഇക്വിറ്റി സേവിംഗ്സ് ഫണ്ടിനും നാം 10 വർഷം ഡേറ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ബെഞ്ച്മാർക്കായി ഉപയോഗിക്കാം. റിട്ടയർമെന്റ് ഫണ്ടിനും ചിൽഡ്രൻസ് ഫണ്ടിനും നാം സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി ഉപയോഗിക്കാം. കൂടാതെ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് അനുയോജ്യമായ ബെഞ്ച്മാർക്ക് തന്നെ ഉപയോഗിക്കും. കാരണം ഇൻഡെക്സിലുള്ള മുഴുവൻ പണവും ഇൻഡെക്സിലേക്കാണ് പോകുന്നത്. അതിനാൽ ഇതിൽ നമുക്ക് ബെഞ്ച്മാർക്കിംഗ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ നാം ഫണ്ട് മാനേജറുടെ പ്രകടനത്തിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അളവുകൾ നോക്കാം. ഫണ്ട് മാനേജർ എങ്ങനെ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച റിട്ടേൺസ്, ഫണ്ട് മാനേജർ ഉണ്ടാക്കിയ റിട്ടേൺസ് എത്രയാണെന്ന്, എങ്ങനെയാണ് പ്രകടനം എന്നതെല്ലാം നോക്കാം. ഒരു റിട്ടേൺ സൃഷ്ടിക്കാൻ ഫണ്ട് മാനേജർ എത്ര റിസ്ക് എടുത്തു, നിങ്ങൾക്ക് എത്ര കമ്പൻസേഷൻ ലഭിച്ചു എന്നതാണ് നോക്കേണ്ടത്. നിങ്ങൾ ഒരു സ്കീമിൽ എടുത്ത റിസ്കിന് തുല്യമായി നിങ്ങൾക്ക് കമ്പൻസേഷൻ ലഭിച്ചോ അത്ര റിട്ടേൺ ലഭിച്ചോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. റിസ്ക് അഡ്ജസ്റ്റഡ് പ്രകടനം എത്രയാണെന്ന് നോക്കാം. ചെറിയ ചില ക്വാണ്ടിറ്റേറ്റീവ് അളവുകൾ ഉപയോഗിച്ച് ഇത് മനസ്സിലാക്കാം. നമ്മുടെ മുന്നിൽ ചില ക്വാണ്ടിറ്റേറ്റീവ് അളവുകൾ ഉണ്ട്. ഇവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇവയൊക്കെയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അവയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ഷാർപെ റേഷ്യോ ആണ്. ഷാർപെ റേഷ്യോ എന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റേഷ്യോയാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ റിസ്ക് ഫ്രീ ആസറ്റിൽ പണം നിക്ഷേപിക്കാമായിരുന്നു, അതായത് യാതൊരു റിസ്ക്കും ഇല്ലാതെ. പക്ഷേ അവൻ ഒരു ഇക്വിറ്റിയിൽ പണം നിക്ഷേപിച്ചു, അതിലൂടെ റിസ്ക്കും റിട്ടേണും ഉണ്ടാക്കി. ഉദാഹരണത്തിന് 15% റിട്ടേൺ ലഭിച്ചു, അതേസമയം റിസ്ക് ഫ്രീ ആസറ്റ് ക്ലാസിൽ 8% മാത്രമായിരുന്നു. ഫണ്ട് മാനേജർ എവിടെയോ, ഉദാഹരണത്തിന് ഇക്വിറ്റിയിൽ പണം നിക്ഷേപിച്ച് 15% റിട്ടേൺ നേടി. അവൻ അധികമായി സമ്പാദിച്ച റിട്ടേൺ, അതായത് 7%, 15-ൽ നിന്ന് 8 കുറച്ചാൽ 7%, ഇതാണ്. ഈ 7% റിട്ടേൺ നേടാൻ അവൻ എത്ര റിസ്ക് എടുത്തു എന്നതാണ് ചോദ്യം. ഇതാണ് ഷാർപെ റേഷ്യോ നമുക്ക് കാണിച്ചു തരുന്നത്. കൂടാതെ ഈ 7% നമുക്ക് റിസ്ക് പ്രീമിയം എന്നും വിളിക്കാം. ഇനി ഞാൻ ഷാർപെ റേഷ്യോയുടെ ഫോർമുല നിങ്ങൾക്ക് പറയുന്നു. R ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ. ഇവിടെ അപ എന്നത് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്നർത്ഥമാണ്. നിങ്ങൾ ഇതിനെ സ്കീമിൻ്റെ റിട്ടേൺ എന്നും വിളിക്കാം. മൈനസ് RM, അതായത് റിസ്ക് ഫ്രീ സെക്യൂരിറ്റിയുടെ റിട്ടേൺ. ഈ കേസിൽ കൂടാതെ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ എന്നത് റിസ്ക് ആണ്. നാം ഇവിടെ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ നാം കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ നമ്മുടെ റിസ്ക് അളക്കുന്നു. അതാണ് സ്റ്റാൻഡേർഡ് റിസ്ക്. ഏവറേജ് മീൻ റിട്ടേണിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, അതായത് ആ ഏവറേജ് എത്രത്തോളം റിസ്കിയാണെന്ന്. ആ സ്കീം അതിൻ്റെ കാലയളവിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻ വഴി മീൻ റിട്ടേണിൽ നിന്ന് എത്രത്തോളം മാറുന്നു എന്ന് കാണിക്കുന്നു. അതിനാൽ കൂടുതൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ റിസ്ക് ഉണ്ടാകും. അതിനാലാണ് നാം ഡിനോമിനേറ്ററിൽ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ഉപയോഗിക്കുന്നത്. അതിനാൽ ഷാർപെ റേഷ്യോ R ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ എന്നിങ്ങനെയാണ്. കൂടാതെ ഷാർപെ റേഷ്യോ ഉയർന്നതായാൽ അത്രയും നല്ലതാണെന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ ഷാർപെ റേഷ്യോയെ ഒറ്റയ്ക്ക് ഒരു ഫണ്ടിൻ്റെ ഷാർപെ റേഷ്യോ മാത്രം നോക്കി നാം വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ 2 ഫണ്ടുകൾ നൽകിയാൽ ഷാർപെ റേഷ്യോ കൂടുതലുള്ളതാണെങ്കിൽ അതിന് കൂടുതൽ മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ഉണ്ടെന്ന് അർത്ഥം. ഒരു ഫണ്ട് മാനേജർ വളരെ നല്ല രീതിയിൽ റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ നൽകിയാണ് കൂടുതൽ റിട്ടേൺ നേടിയത്. അതിനാൽ ആ അളവിൽ നോക്കുമ്പോൾ ഷാർപെ റേഷ്യോ ഉയർന്നതാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് എന്ന് പറയാം. ഇപ്പോൾ നാം ട്രെയിനർ റേഷ്യോയെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെ ഷാർപെ റേഷ്യോ റിസ്ക് അഡ്ജസ്റ്റഡ് മീഷർ ആണോ അതുപോലെ തന്നെ ട്രെയിനർ റേഷ്യോയും ആണോ? പക്ഷേ ട്രെയിനർ റേഷ്യോയിൽ നാം R ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡെവിയേഷൻ ചെയ്യുന്നതിന് പകരം അവിടെ നാം ബീറ്റ എടുക്കും. ബീറ്റ ഒരു പ്രത്യേക സെക്യൂരിറ്റിയുടെ മാർക്കറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി അളക്കുന്നു. അതിനാലാണ് നാം ഇവിടെ മാർക്കറ്റ് ബീറ്റ ഉപയോഗിക്കുന്നത്. അതിൽ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. R എന്നാൽ സ്കീമുകളുടെ റിട്ടേൺ, പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ എന്നിവ ബീറ്റ് കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന സംഖ്യ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ബീറ്റ വരും. മറ്റെല്ലാം അതുപോലെ തന്നെ തുടരുന്നു. നിങ്ങൾക്ക് ട്രെയിനർ റേഷ്യോ ലഭിക്കും. വീണ്ടും ട്രെയിനർ റേഷ്യോ ഉയർന്നതായാൽ അത്രയും നല്ലതാണ്. ഷാർപെ റേഷ്യോയും ട്രെയിനർ റേഷ്യോയും ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെത് മറ്റൊരു ഇക്വിറ്റി ഫണ്ടിനോടാണ് താരതമ്യം ചെയ്യുന്നത്. ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെ ഷാർപെ റേഷ്യോ ഡെറ്റ് ഫണ്ടിൻ്റെ ഷാർപെ റേഷ്യോയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെ ട്രെയിനർ റേഷ്യോ ഡെറ്റ് ഫണ്ടിൻ്റെ ട്രെയിനർ റേഷ്യോയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതിനാൽ ഇക്വിറ്റിയെയും ഇക്വിറ്റിയുമായി ഡെറ്റിനെയും ഡെറ്റുമായി മാത്രം താരതമ്യം ചെയ്യണം. ഇപ്പോൾ നാം ആൽഫയെക്കുറിച്ച് സംസാരിക്കാം. ആൽഫയാണ് നാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് കാരണം. ആൽഫ എന്നത് നിങ്ങളുടെ സ്കീം റിട്ടേണിൽ നിന്ന് ബെഞ്ച്മാർക്ക് റിട്ടേൺസ് കുറയ്ക്കുന്നതാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ. അതിൻ്റെ ഉദാഹരണത്തിന് ഒരു സ്കീം ഒരു വർഷത്തിൽ 15% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബെഞ്ച്മാർക്ക് ഉദാഹരണത്തിന് നിഫ്റ്റി
13% റിട്ടേൺ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ സ്കീം ആൽഫയിൽ പ്ലസ് 2% റിട്ടേൺ സൃഷ്ടിച്ചുവെന്ന് നാം പറയും. ഇതിനാണ് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകൻ നിക്ഷേപിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നു. അതിനാൽ ഫണ്ട് മാനേജർക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്ത് റിട്ടേൺ നൽകുന്നത് വളരെ പ്രധാനമാണ്. ഫണ്ട് മാനേജർ മാർക്കറ്റിനെയും തൻ്റെ ബെഞ്ച്മാർക്കിനെയും ബീറ്റ് ചെയ്ത് റിട്ടേൺ നൽകണം. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കൂടുതൽ ആളുകൾക്ക് നേരിട്ട് എക്സ്ചേഞ്ചിൽ പോയി നിഫ്റ്റി അല്ലെങ്കിൽ നേരിട്ട് ഓഹരികൾ വാങ്ങാൻ കഴിയും. നാം മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷയുണ്ട്. ആ ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്നത് അവൻ ഒരു ഇൻഡെക്സിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നേടും, അല്ലെങ്കിൽ ഫണ്ട് മാനേജർ അവന് വേണ്ടി ആക്റ്റീവ് ആയി മാനേജ് ചെയ്യും എന്നതാണ്. അത് ഒരു ആക്റ്റീവ് ഫണ്ടാണെങ്കിൽ, ആക്റ്റീവ് ആയി മാനേജ് ചെയ്യുന്ന ഫണ്ടാണെങ്കിൽ, ഫണ്ട് മാനേജറുടെ ഉത്തരവാദിത്വം ആകുന്നു വിപണിയിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് നൽകുക എന്നത്. എല്ലാ ഇൻവെസ്റ്റർമാരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ റിട്ടേൺസ് ലഭിക്കും എന്നതാണ്. ട്രാക്കിംഗ് എറർ എന്നത് ഇൻഡെക്സ് ഫണ്ടിനാണ് ബാധകമായത്. ഒരു ഇൻഡെക്സ് ഫണ്ട് അതിൻ്റെ മുഴുവൻ ബെഞ്ച്മാർക്കിനെയും പകർത്തുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് HDFCയുടെ നിഫ്റ്റി ഫണ്ട് ഉണ്ട്. അതിൻ്റേത് ബെഞ്ച്മാർക്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റി 12% റിട്ടേൺ നൽകിയപ്പോൾ HDFCയുടെ നിഫ്റ്റി പ്ലാനും അതേ 12% റിട്ടേൺ തന്നു. ഇവിടെ ട്രാക്കിംഗ് എറർ 0, എന്നാൽ ഏതെങ്കിലും പോയിന്റ് മേലോ കീഴോ മാറിയാൽ അതിനെ നാം ട്രാക്കിംഗ് എറർ എന്ന് വിളിക്കും. ഏതെങ്കിലും ശതമാനത്തിൽ ഒരു ചെറിയ ബേസിസ് പോയിന്റ് പോലും, ഒറ്റ ബേസിസ് പോയിന്റ് പോലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് തന്നെയാണ് ട്രാക്കിംഗ് എറർ എന്ന് വിളിക്കുന്നത്. ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേണും മാർക്കറ്റിൻ്റെ റിട്ടേണും തമ്മിലുള്ള വ്യത്യാസം ട്രാക്കിംഗ് എറർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നാം സ്കീം പെർഫോമൻസ് ഡിസ്ക്ലോഷർ എവിടെയെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സ്കീം വിവരരേഖ കാണുക. സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിൽ നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. സ്കീം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് കാണിക്കേണ്ടതില്ല. പക്ഷേ സ്കീം തുടരുന്നുണ്ടെങ്കിൽ നാം സ്കീമിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് കാണിക്കാം. SRDയിൽ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. നാം SRD ചാപ്റ്ററിൽ മനസ്സിലാക്കിയതുപോലെ ഈ അടിസ്ഥാനത്തിൽ പെർഫോമൻസും ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ചില കമ്പനികളും ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കുന്നു. അതാണ് ഫണ്ട് ഫാക്ട് ഷീറ്റ്. വീണ്ടും ഫണ്ട് ഫാക്ട് ഷീറ്റ് നിർബന്ധമായ ഒരു ഡോക്യുമെൻ്റ് അല്ല, പക്ഷേ കൃത്യമായി എല്ലാ കമ്പനികളും ഇത് പുറത്തിറക്കുന്നു. അതിൽ വളരെ നല്ല രീതിയിൽ മാസത്തിൽ ഒരിക്കൽ ഫാക്ട് ഷീറ്റ് ലഭ്യമാണ്. ഇതിൽ വളരെ വ്യക്തമായ രീതിയിൽ പെർഫോമൻസ് മീറ്ററുകൾ കാണിക്കുന്നു. പെർഫോമൻസ് വിലയിരുത്താൻ കഴിഞ്ഞ 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷം വരെ, കൂടാതെ ഫണ്ടിന്റെ ആരംഭം മുതൽ ഇതുവരെ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ പെർഫോമൻസ് കാണാനും വിലയിരുത്താനും കഴിയും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയും ചാപ്റ്റർ നമ്പർ 11 നിന്നുള്ളതാണ്. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം നമ്പർ 1, മ്യൂച്വൽ ഫണ്ട് സ്കീം ഫൈനലൈസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബെഞ്ച് മാർക്ക് പിന്നീട് മാറ്റാൻ കഴിയില്ല. സത്യമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുക. ഒരു പ്രാവശ്യം ബെഞ്ച് മാർക്ക് തീരുമാനിച്ചാൽ അതിനെ മാറ്റാൻ കഴിയില്ല. ഈ പ്രസ്താവന സത്യമാണ് അല്ലെങ്കിൽ തെറ്റാണോ? ഈ പ്രസ്താവന സത്യമാണ്, കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം ബെഞ്ച് മാർക്ക് തീരുമാനിച്ചാൽ അതിനുശേഷം അതിനെ മാറ്റാൻ കഴിയില്ല. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണുകളുടെ അളവുകോൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവയിൽ ഏതാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് അളക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, ബീറ്റ വേരിയൻസ് എന്നിവയല്ല, ഷാർപ്പ് റേഷ്യോ ആണ്. നാം മുമ്പ് കണ്ടപോലെ ഷാർപ്പ് റേഷ്യോ എന്നത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് അളക്കുന്നതിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മാനദണ്ഡമാണ്. അതിനാൽ ഉത്തരം ഷാർപ്പ് റേഷ്യോ ആണ്. ചോദ്യം നമ്പർ 3, ഒരു സ്കീം തിരഞ്ഞെടുക്കുന്നതിന് ബെഞ്ച്മാർക്ക്, മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, നിക്ഷേപ ലക്ഷ്യം, മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ നിക്ഷേപ തന്ത്രം, സ്കീമുകൾ, ആസ്തി അലോക്കേഷൻ പാറ്റേൺ, സ്കീമുകൾ, മുൻകാല വരുമാനം എന്നിവ പരിഗണിക്കാൻ കഴിയാത്തത് ഏതാണ്? നാം കണ്ടതുപോലെ ഒരു ബെഞ്ച്മാർക്ക് നിർണ്ണയിക്കാൻ മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്, മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, സ്കീമിന്റെ ആസറ്റ് അലോക്കേഷൻ പാറ്റേൺ എന്നിവ ആവശ്യമാണ്. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. ആവശ്യമായില്ല സ്കീമിന്റെ പാസ്റ്റർ റിട്ടേണുകൾ, അതായത് ഈ സ്കീമിന്റെ പാസ്റ്റർ റിട്ടേണുകൾ. ഇത് ഇൻഡെക്സ് രൂപീകരിക്കുന്ന ഘടകങ്ങളുടെ ബാസ്ക്കറ്റിൽ നിന്നുള്ള എല്ലാ ഡിവിഡൻഡുകളും കൂടാതെ ക്യാപിറ്റൽ ഗെയിനും ഉൾപ്പെടുത്തി കണക്കാക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കിയതാണ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിൽ ഡിവിഡൻഡും ഇൻട്രസ്റ്റ് റേറ്റുകളും ഉൾപ്പെടുന്നതാണ്. ക്യാപിറ്റൽ ഗെയിനുകൾക്ക് പുറമെ, അതിനാൽ ഉത്തരം എ ഓപ്ഷൻ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ്. പ്രൈസ് റിട്ടേൺ ഇൻഡെക്സിൽ ക്യാപിറ്റൽ ഗെയിനുകൾ മാത്രം ഉണ്ട്, ഡിവിഡൻഡ് റിട്ടേൺ ഇൻഡെക്സിൽ ഡിവിഡൻഡുകൾ മാത്രം ഉണ്ട്. അതിനാൽ ഉത്തരം എ ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആണ്. ചോദ്യം നമ്പർ 5, ഒരു ഇൻഡെക്സ് ഫണ്ട് അതിൻ്റെ ബെഞ്ച്മാർക്കിനെ എത്രത്തോളം അടുത്ത് പിന്തുടരുന്നു എന്ന് വിലയിരുത്താൻ ഏറ്റവും അനുയോജ്യമായ അളവുകോൽ ഏതാണ്? ഇപ്പോൾ നാം കണ്ടിരുന്നു ഇൻഡെക്സ് ഫണ്ടിന്റെ ബെഞ്ച്മാർക്കിംഗ് എങ്ങനെ മനസ്സിലാക്കാം എന്ന്. വരിക ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിശീലക അനുപാതം, ട്രാക്കിംഗ് പിശക്, ആകെ ചെലവ് അനുപാതം, മാനേജ്മെന്റിന് കീഴിലുള്ള ആസ്തികൾ. അതിനാൽ ഉത്തരം ബി ട്രാക്കിംഗ് എറർ ആണ്. ഒരു ഇൻഡെക്സ് ഫണ്ടിന്റെ പ്രകടനം വിലയിരുത്താൻ ട്രാക്കിംഗ് എറർ എന്നത് ഉപയോഗിക്കുന്നു.
ട്രാക്കിംഗ് എറർ വഴി നമുക്ക് മനസ്സിലാകുന്നത് ഇൻഡെക്സ് ഫണ്ടും ബെഞ്ച്മാർക്കും എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. അതിനാൽ ഗൈസ്, ഈ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. കൂടാതെ ചാപ്റ്റർ 11 വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി. കൂടാതെ ഞങ്ങളുടെ മറ്റ് ചാപ്റ്ററുകൾ ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 10 വരെ കാണുമെങ്കിൽ ഞങ്ങളുടെ പ്ലേലിസ്റ്റിലേക്ക് പോയി എല്ലാ വീഡിയോകളും കാണൂ. വീഡിയോ മാത്രം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശൃംഖല സീരീസ് 5A പരീക്ഷ ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആരംഭിക്കാനും കഴിയും. കൂടാതെ കൂടുതൽ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ. വളരെ നന്ദി.